ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റീടച്ചിങ് അല്ല, ഒരു സോഫ്റ്റ്വെയർ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിന്ന് നോക്കുന്നത് ലൂമിനാർ 3.1 സോഫ്റ്റ്വെയർ ആണ്. ആക്ച്വലി നമ്മൾ മുൻപ് ലൂമിനാറിൻ്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നു. റിവ്യൂ അല്ല, അതിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ കാണിച്ചിരുന്നു. ലൂമിനാർ 2017 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ ഇവർ അപ്ഡേറ്റ് ചെയ്ത് ലൂമിനാർ 2018 വന്നു. അത് കഴിഞ്ഞ് ഞാൻ 2017 അത്ര ഹാപ്പി അല്ലായിരുന്നു. അതിൻ്റെ റീസൺസ് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയാലേ മനസ്സിലാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലൂമിനാർ 3.1 എന്ന് പറയുന്ന ഒരു വേർഷനിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇതിൽ ഉള്ള ഒരു ഫീച്ചർ, അതായത് ഓട്ടോ AI എൻഹാൻസർ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. ആ ഫീച്ചർ ബേസിക്കലി റിലീസ് ചെയ്തിട്ടില്ല. എനിക്ക് ഒരു പ്രീ റിലീസ് വേർഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ ഡിസ്അഡ്വാൻറ്റേജസും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഞാൻ സോഫ്റ്റ്വെയർ 2 ദിവസം ഞാൻ യൂസ് ചെയ്തു. ചെറിയ പഴയ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് യൂസ് ചെയ്തു. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിസ്റ്റം സ്ലോ ആകുന്നുണ്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ. ഒന്നാമത് നമ്മുടെ ലൈറ്റ് റൂം പോലുള്ള ഒരു റോ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ലൂമിനാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് റൂം പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ലൂമിനാർ യൂസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത് ഇതിൽ ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈറ്റ് റൂമിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിക്സ് സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. നിക്സ് സോഫ്റ്റ്വെയറിലുള്ളതുപോലെയുള്ള പ്രീസെറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ എല്ലാ സോഫ്റ്റ്വെയറിനും കൂടെ ഒരു സങ്കര ഇനം സോഫ്റ്റ്വെയർ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫോട്ടോഷോപ്പിൻ്റെ അത്രയും അഡ്വാൻസ്ഡ് ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അവർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 2017 മുതൽ ഒത്തിരി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ 2017 സോഫ്റ്റ്വെയർ യൂസ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ സ്ക്രീൻ റെക്കോർഡറിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്ലോ ആകുന്നുണ്ടായിരുന്നു. ഈ 3.1 വേർഷൻ ആണെങ്കിൽ സിസ്റ്റം സ്ലോ ആകുന്നത് മെയിൻലി നമ്മൾ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ലോഡായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത്, ഞാൻ ടൂൾസിൽ ചെന്ന് ഈ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ, നമ്മുടെ ഫോട്ടോഷോപ്പിലുള്ള ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സ്ലോ ആകുന്നുണ്ട്. ചിലപ്പോൾ ഒരു i7 സിസ്റ്റം അല്ലെങ്കിൽ i5 ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആകുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി ലൂമിനാറിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ലൂമിനാറിന് നമുക്ക് ഇതുപോലെ താഴെ കുറച്ച് പ്രീസെറ്റ് പാനലുണ്ട്. നമുക്ക് ഈ പ്രീസെറ്റ് പാനലിൽ നിന്ന് ഇഷ്ടമുള്ള പ്രീസെറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പം AI ഇമേജ് എൻഹാൻസർ ഒന്ന് യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇമേജ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം പിന്നെ വേറൊരു കാര്യം, ഈ ഇമേജിൽ നമ്മൾ നോക്കിയാൽ ചെറിയൊരു ഗ്ലോ, നമ്മുടെ സബ്ജക്റ്റിന് ചുറ്റും ഒരു ചെറിയ ഗ്ലോ വന്നിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചാൽ മാത്രം മതി. നമ്മുടെ ഈ ഇമേജ് എൻഹാൻസറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടലി ഉള്ള സോഫ്റ്റ്വെയറിൻ്റെ എഫക്റ്റ് ചെറുതായിട്ടൊന്ന്, അതായത് ഈ പ്രീസെറ്റിൻ്റെ എഫക്റ്റ് ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ലൂമിനാർ ലുക്സിൽ നമുക്ക് വേറെയും പ്രീസെറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരെണ്ണം മാത്രമല്ല, ഡ്രമാറ്റിക് പ്രീസെറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പല പ്രീസെറ്റ്സ് നമുക്കിതിൽ കിട്ടും. ഇതിപ്പോൾ നമുക്ക് ലൈറ്റ് റൂമിൻ്റെ പോലെയുള്ള ഇൻസ്റ്റഗ്രാമിലെ പോലെയുള്ള കുറച്ച് പ്രീസെറ്റ് ലുക്കുകളാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നൊരു ലുക്ക് എടുത്തു. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടി. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടാം, കുറയ്ക്കാം. ഇനി ഞാൻ ജസ്റ്റ് ലൈബ്രറി, എഡിറ്റ്, ഇൻഫോ എന്ന് പറയുന്ന 3 ടാബ്സ് ഉണ്ട് മുകളിൽ. ഞാൻ എഡിറ്റിലേക്ക് പോകുന്നു. ഞാൻ ആക്ച്വലി ഈ ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള കാരണം, എനിക്കിതിന് AI സ്കൈ എൻഹാൻസർ എന്ന് പറയുന്നൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. ജസ്റ്റ് അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സ്കൈ ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പിക്ചർ ഞാൻ ചൂസ് ചെയ്തത്. നമ്മളിപ്പോൾ ഓൾറെഡി 2 ഫിൽറ്ററുകൾ യൂസ് ചെയ്തൊന്ന് ആക്സെൻ്റ് AI ഫിൽറ്റർ, രണ്ടാമത് LUT മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാനപ്പം എന്തായാലും LUT മാപ്പിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ LUT മാപ്പിങ്ങിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ താഴെ കണ്ട ലൂമിനാർ ലുക്സിലെ ഉള്ള ഒരു ലുക്ക് നമ്മുടെ ഫോട്ടോയിൽ നിന്ന് മാറി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഫോട്ടോഷോപ്പിൽ ലെയേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ ഓരോ ഫിൽറ്റർ ആഡ് ചെയ്യുമ്പോഴും ആ ഫിൽറ്ററെല്ലാം സെപ്പറേറ്റ് ലെയറുകളിലാണ് വരുന്നത്. പക്ഷേ നമുക്കിവിടെ ലെയർ എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ സാധിക്കത്തില്ലെങ്കിലും ഇത് ലെയറുകളിലാണ് വരുന്നത്. ഉദാഹരണത്തിന് ഞാൻ വീണ്ടും ഈ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന ലുക്കൊന്ന് അപ്ലൈ ചെയ്യുന്നു ചിത്രത്തിൽ. ഞാൻ ഇതിലൊരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ബ്രഷ് ചൂസ് ചെയ്യുന്നു. മീൻസ് ഓരോ മാസ്കിൻ്റെയും അല്ലെങ്കിൽ ഓരോ ലെയറിന് സെപ്പറേറ്റ് ബ്രഷ്, ഗ്രേഡിയൻ മാസ്ക് എല്ലാം ഉണ്ട്, ലുമിനോസിറ്റി മാസ്ക് എല്ലാം ഉണ്ട്. ഓരോ സെപ്പറേറ്റ് ലെയറിനും നമുക്ക് ഇഷ്ടമുള്ള മാസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബ്രഷ് യൂസ് ചെയ്യാം. ഞാൻ ബ്രഷ് എടുക്കുന്നു. ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഇറേസ് എന്ന് പറയുന്നത്, ഇവിടെ പെയിൻ്റ് ഉണ്ട്, ഇറേസ് ഉണ്ട്. ഞാൻ ഇറേസിൽ ഞെക്കുന്നു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന ലട്ട് മാപ്പിംഗ് എന്ന് പറയുന്ന ലെയറിലാണ്. ആ ലെയറിൽ നമുക്ക് ഈ ലട്ട് വേണ്ടാത്ത ഏരിയാസ് ഇപ്പം ഞാൻ തീരുമാനിക്കുന്നത്, എനിക്കിപ്പം ഈ കടലിന് മുകളിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻറ്റൻസിറ്റി കൂട്ടുന്നു ലട്ട് മാപ്പിങ്ങിൻ്റെ. എന്നിട്ട് ബ്രഷ് എടുത്തിട്ട് ഇറേസ് ചെയ്യുന്നു.
ഒപ്പാസിറ്റി വീണ്ടും അത് ഓട്ടോമാറ്റിക്കലി 50%ലേക്ക് പോയി. നമുക്ക് 50% അല്ല വേണ്ടത്, നമുക്ക് 100% ഒപ്പാസിറ്റിയിൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത എന്താ പറയുക, ആ ഒരു ഓറഞ്ച് ഫിൽറ്റർ പോലുള്ള ലട്ട് നമ്മളിവിടുന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ബോട്ടം പോർഷനിൽ ഈ ഓറഞ്ച് ലുക്ക് പോയി. ഞാനത് ചെറിയ മീൻസ് നമുക്കിവിടെ മുകളിലും ഇത് ചെറുതായിട്ട് വന്നിട്ടുണ്ട്, അത് മാറ്റാൻ വേണ്ടി പെയിൻറ്റിൽ വരുന്നു, ചെറുതായിട്ട് ആ ഒരു പോർഷൻ വീണ്ടും പെയിൻറ്റ് ചെയ്ത് ചേർക്കുന്നു. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ലൈറ്റ് റൂമിലെ പോലുള്ളൊരു ഫൈൻ ട്യൂണിങ് നമുക്ക് ആ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കുന്നില്ല. ഫോട്ടോഷോപ്പിൽ നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇതൊരു മിക്സാണ്. ഫോട്ടോഷോപ്പിൻ്റെ ലൈറ്റ് റൂമിൻ്റെ കൂടെ ഒരു മിക്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനപ്പോൾ ലട്ട് മാപ്പിംഗ് വീണ്ടും വേണ്ട എന്ന് വെക്കുന്നു. ജസ്റ്റ് നിങ്ങളെ ആ ഒരു ലെയറിൻ്റെ ഫംഗ്ഷനാലിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ആഡ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിനി ആക്സെൻറ്റ് AI ഫിൽറ്ററുണ്ട്. ഈ AI എന്ന് പറയുന്ന എല്ലാ ഫിൽറ്ററുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഫിൽറ്റർ അപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്ത് സംഭവിക്കാൻ നോക്കാം. ആക്സെൻറ്റ് AI ഫിൽറ്റർ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ചിത്രത്തിൽ കുറച്ചും കൂടി ഒരു തെളിച്ചമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഞാൻ ആ ഫിൽറ്റർ വേണ്ടെന്ന് വെക്കുന്നു. ഇനി ഒട്ടനവധി ഫിൽറ്റേഴ്സ് ഉണ്ട്. ഞാനപ്പം AI സ്കൈ എൻഹാൻസർ, ഇതാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടിയ ഒരു ഫിൽറ്റർ. ഇപ്പോൾ എമൗണ്ട് അതിൻ്റെ 0-യിലാണ് കിടക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സ്ലൈഡർ മാത്രം മൂവ് ചെയ്താൽ മതി. ഞാനപ്പോൾ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ സ്കൈയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്കൈയിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഫിൽറ്റർ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് നമ്മുടെ സ്കൈ. ഞാൻ ജസ്റ്റ് ഫിൽറ്റർ ഒന്ന് ഓൺ ഓഫ് ചെയ്ത് കാണിക്കാം. ഈ ഒരു വ്യത്യാസം നമുക്ക് ആ സ്കൈ എന്താ പറയുന്നത്, എൻഹാൻസർ യൂസ് ചെയ്തപ്പോൾ സ്കൈയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മാറ്റേ ലുക്കിന് വേണ്ടിയുള്ള ഒരു ഫിൽറ്ററുണ്ട്. ജസ്റ്റ് ഒരു മാറ്റേ ലുക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഫോട്ടോയിൽ മാറ്റേ ആ ഒരു ലുക്ക് അത്ര എഫക്റ്റ് ചെയ്യത്തില്ല. നമുക്ക് വേറെയും കാര്യങ്ങൾ ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ട്രയൽ വേർഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഫുൾ വേർഷൻ എനിക്ക് തോന്നുന്നു ഏകദേശം 6000 രൂപയാണെന്ന് തോന്നുന്നു ഫുൾ വേർഷൻ. നമ്മളിപ്പോൾ ലൈറ്റ് റൂമോ ഫോട്ടോഷോപ്പോ വാങ്ങിയാൽ അത് ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ പോർഷനാണ്. മന്ത്ലി ഏകദേശം ഒരു 1000 രൂപ മന്ത്ലി നമ്മൾ സ്പെൻഡ് ചെയ്യണം ഫോട്ടോഷോപ്പിൻ്റെ ലൈറ്റ് റൂമോ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ഒരു ഒറിജിനൽ സോഫ്റ്റ്വെയർ, അതായത് ലൂമിനാറിൻ്റെ 3.1 എന്ന് പറയുന്നത്, 3.1 ഇതുവരെ റിലീസായിട്ടില്ല, 3 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. 3 സോഫ്റ്റ്വെയർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് 3.1ലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 6000 രൂപ മുടക്കിയാൽ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ iStudio എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡുണ്ട്. നിങ്ങൾ ഈ കൂപ്പൺ കോഡും കൂടി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം $10 അവർ ഡിസ്കൗണ്ട് തരുന്നത്. $10 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 750 രൂപ ഈ സോഫ്റ്റ്വെയർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ. ഇവിടെ ടോപ്പ് ആൻഡ് ബോട്ടം ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫിൽറ്ററുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്യുന്നു. ടോപ്പ് ആൻഡ് ബോട്ടം ലൈറ്റിങ്ങിൽ നമുക്ക് ബോട്ടം പോർഷൻ്റെയും നമ്മുടെ ചിത്രത്തിൻ്റെ ബോട്ടം പോർഷൻ്റെയും ടോപ്പ് പോർഷൻ്റെയും ലൈറ്റിംഗ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ബോട്ടം പോർഷൻ്റെ ലൈറ്റിംഗ് ഞാൻ ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ചിത്രത്തിൻ്റെ ബോട്ടം പോർഷനിലെ ലൈറ്റ് കൂടുന്നത് നിങ്ങൾക്ക് കാണാം. ടോപ്പിലെ ലൈറ്റിംഗ് ആണ് കൂടുന്നതെങ്കിൽ ടോപ്പിലെ ലൈറ്റിംഗ് നമുക്ക് കൂടുന്നതാണ്. അതുപോലെ തന്നെ കുറയ്ക്കാനും സാധിക്കും ടോപ്പിലെയും ബോട്ടത്തിലെയും. ഏകദേശം എനിക്ക് തോന്നുന്നു ഫിൽറ്റേഴ്സ് എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 100-100ഓളം ഫിൽറ്റേഴ്സ് ഉണ്ട് ഈ സോഫ്റ്റ്വെയറിൽ. ഡിനോയിസ്, ഡിഹേസ്, ഡീറ്റെയിൽ എൻഹാൻസർ, ഫോളിയേജ് എൻഹാൻസർ, പോളറൈസിങ് ഫിൽറ്റർ. ഫോളിയേജ് എൻഹാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഗ്രീൻ കളറൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേച്ചറിൻ്റെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഗ്രീൻ കളർ വരുന്ന ചിത്രങ്ങളിൽ കുറച്ചും കൂടി ഒരു വൈബ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ എന്തായാലും അങ്ങനെ ഒരു ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ ഫോഗ് എന്ന് പറയുന്നൊരു ഫിൽറ്ററുണ്ട്. ഓക്കെ, ക്രിയേറ്റീവ് പോർഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയുന്നത് വെറൈറ്റി ഫിൽറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഫോഗ് എന്ന് പറയുന്നൊരു ഫിൽറ്ററുണ്ട്. നമുക്ക് പിന്നെ നോക്കിയാൽ ഞാൻ കണ്ട വേറൊരു ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സൺറൈസ് എന്ന് പറയുന്ന ഫിൽറ്ററാണ്. നമുക്കിവിടെ ആ ഫിൽറ്റർ അത്ര ആപ്ലിക്കബിൾ അല്ല, എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ആ ഫിൽറ്റർ ഒന്ന് നിങ്ങളെ കാണിക്കാം. സൺറൈസ് എന്ന് പറയുന്നൊരു ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ നമുക്കിവിടെ X and Y ആക്സിസ് കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഇനി അതിൻ്റെ എമൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം, എത്രമാത്രം വേണം എന്നുള്ളത്. ഓക്കെ, ലുക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം, എങ്ങനെ വേണം ആ ലുക്ക് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ എത്ര നമ്പർ ഓഫ് റേസ് അതിൽ വേണം എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. നമ്പർ ഓഫ് റേസിൻ്റെ എണ്ണം കുറയ്ക്കാം, കൂട്ടാം. അതിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. നിങ്ങൾക്ക് എത്രമാത്രം വേണം. ഇതൊരു വിൻഡോയിലോ ഒക്കെ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഈ സീനിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ അല്ല ഇത്. ഇനി ഗ്ലോ റേഡിയസ് ഉണ്ട്, ഗ്ലോ എമൗണ്ട് ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്കിതിൽ. ഞാനപ്പം എന്തായാലും ഓക്കെ പെനിട്രേഷൻ എന്ന് പറയുന്ന ഒരു അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
പെനിട്രേഷൻ എന്ന് പറയുന്ന ആ സ്ലൈഡർ. അത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് വരുന്നുണ്ട്. ഇനി അതിൻ്റെ വാംത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഫിൽറ്റർ ഉണ്ട്. പിന്നെ ഈ ഫിൽറ്റർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കളയാം. ഇടയ്ക്ക് നമ്മൾ മാസ്കുകൾ ഡിലീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഫിൽറ്റർ വേണമെങ്കിൽ ചിത്രത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട്. എന്ത് പറഞ്ഞാൽ ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ്, നിക്സ് സോഫ്റ്റ്വെയർ എല്ലാം കൂടെ ഒരു മിക്സ് ആക്കി എടുക്കുന്ന ഒരു ഫിൽറ്ററാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് ലൂമിനാർ 3.1 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഫോഗ് എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ഉണ്ട്. നമുക്ക് മഞ്ഞ് നമ്മുടെ ചിത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനാണെങ്കിൽ ഒരു ഡാർക്ക് ഫോഗ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു, അതിൻ്റെ എമൗണ്ട് ഞാൻ കൂട്ടുന്നു. അപ്പോൾ നോക്കിയാലൊരു ഫോഗ് എഫക്റ്റ് നമ്മുടെ ചിത്രത്തിൽ വരുന്നത് കാണാം. ഓക്കെ, നമുക്ക് ലൈറ്റ് ഫോഗിലേക്ക് കൊടുക്കാം. ഓക്കെ, ഒരു ഫോഗ് എഫക്റ്റ് നമ്മുടെ ചിത്രത്തിൽ വരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിതിൽ ഓൾറെഡി ഒരു ബിൽറ്റ് ഇൻ ലെയർ മാസ്ക് പോലെ ഉണ്ട്. നമുക്കത് എവിടെയാണോ വേണ്ടാത്തത് അവിടെ നിന്ന് നമുക്ക് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഫോഗ് നമുക്ക് റിമൂവ് ചെയ്യാം. ഞാൻ ഇറേസിലേക്ക് പോകുന്നു, ബ്രഷിൻ്റെ സൈസ് ഇച്ചിരി ഒന്ന് കൂട്ടുന്നു, എന്നിട്ട് ഈ ബോട്ടം പോർഷനിൽ നിന്ന് ഫോഗ് ഇറേസ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഇഷ്യൂ എനിക്ക് തോന്നിയത് ഇതാണ്, ഈ ഒരു ചെറിയൊരു സ്ലോ ആണ്. നമ്മൾ ഒത്തിരി ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ഒന്നിലധികം ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്താൽ ചെറിയൊരു സ്ലോ ഫീൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെയിൻ സോഫ്റ്റ്വെയർ ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ എന്താ പറയുന്നത് ട്രയൽ വേർഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തായാലും എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും എല്ലാം ഈ വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ലൂമിനാർ 3.1 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൂടാതെ ഞാനിപ്പോൾ ജസ്റ്റ് ലൂമിനാർ ലുക്സിൽ പോയാൽ തന്നെ വേറെ ഡൗൺലോഡ് ചെയ്യാത്ത ഒരു 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. പിന്നെ പോർട്രേറ്റ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒത്തിരി ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, എസെൻഷ്യൽ ഫിൽറ്റേഴ്സ്. ഇപ്പോൾ പോർട്രേറ്റിന് വേണ്ടിയാണെങ്കിൽ പോർട്രേറ്റിന് വേണ്ട ഫിൽറ്റേഴ്സ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. ബേസിക്കലി എനിക്ക് ഫിൽറ്ററുകൾ യൂസ് ചെയ്യുന്നതിനോട്, അതായത് ഇതുപോലുള്ളൊരു പ്രീസെറ്റുകൾ യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ സെപ്പറേറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷേ ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും ആണ്. പിന്നെ ഇതിനകത്ത് മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ആക്സെൻ്റ് AI ഫിൽറ്ററാണ്. നല്ലൊരു ബൂസ്റ്റ് നമ്മുടെ ചിത്രത്തിന് വരുന്നുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോസ് ഈ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവന്ന് ബൂസ്റ്റ് ചെയ്യുക. അതിനുശേഷം ലൈറ്റ് റൂമിലും ഫോട്ടോഷോപ്പിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ മീൻസ് 1-2 വർഷം കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് റൂമിൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ എല്ലാ ഫംഗ്ഷൻസും ഈ സോഫ്റ്റ്വെയറിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്, ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.